നീ ഇന്നലെ വന്നപ്പോഴേ ശരിക്കും മീൻ ഇല്ലായിരുന്നു. കാര്യം മീൻ നമ്മള് ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവരുന്ന ബസ്സിനകത്ത്. പെട്ടെന്ന് നിങ്ങൾ വിളിച്ചപ്പം പിന്നെ ഞാൻ പിന്നെ പെട്ടെന്ന് പോയി ഓർഡർ പ്രകാരമുള്ള സാധനം എടുത്തോണ്ട് വന്നു കേട്ടോ. ഇവിടുത്തെ മീനല്ലത്, ഇവിടുത്തെ എങ്ങും കിട്ടത്തില്ല സാധനം. എല്ലാം ബാംഗ്ലൂരിൽ നിന്നുള്ള ഐറ്റമാണ്. കഴിച്ചോട്ടെ. നിനക്കിതല്ലേ വേണ്ടേ? നിങ്ങൾ സ്കൂളിൽ പോട്ടെ, കൂട്ടുകാരോട് പറയണം ഇതേപോലെ ന്യായ വിലയില്. ഇവിടെ കിട്ടുന്നതല്ലത്. കേരളത്തിലെ ഓരോ അക്വേറിയത്തിലും ഇല്ലാത്ത മീനാത്. ഇനി കരീബിയൻ ഡോൾ ഫിഷ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. നല്ല കരിവീട്ടി പോലെ ഇരിക്കും കരീബിയൻ ഡോൾ ഫിഷ്. അത് ഫ്ലൈറ്റിലാണ് വരുന്നത്, സൗത്ത് ആഫ്രിക്കയിൽ നിന്ന്. അതിനൊക്കെ അനിച്ച് പൈസയാവും. അത് വേണ്ട ഈ ചെറിയ ബൗളുണ്ട് കേട്ടോ. ബൗള് വേണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ ചെന്നിട്ടേ പൈസ എടുത്ത് കളയാതെ നിൽക്കാം. ചേച്ചി നല്ല കച്ചവടോ ചേച്ചി. ഇന്നലെ 12,000 രൂപയ്ക്ക് വിറ്റു എന്ന് പറയുന്നുണ്ട്. എവിടുന്നൊക്കെയാ പിള്ളേര് വരുന്ന ഈ കോണം? ശരി വിട്ടോ. നിനക്ക് വലിയ മീനല്ലേ വേണ്ടേ? ഗോൾഡൻ ജെറി ഫിഷ് എന്ന് പറയുന്നൊരു മീൻ വന്നിട്ടുണ്ട്. ഇതേപോലെ നിന്റെ സ്കൂളിലുള്ള കൂട്ടുകാരെ ഒന്നും ഇവിടെ മീൻ മേടിപ്പിക്കുകയാണെങ്കിൽ നിനക്ക് 2 മീനെ ഞാൻ ഫ്രീ ആയിട്ട് തരാം. വാ, മറ്റേ അപ്പുറത്താ, അതിനെ വെയിൽ കൊണ്ടുകൂടാ. എൻ്റെ കൊച്ച് ശരിക്കും ഇവൻ എന്നോട് ചോദിച്ച് എനിക്ക് മീൻ കച്ചവടത്തിന് ഇച്ചിരി പൈസ റെഡിയാക്കി തരുമോ, ലോൺ തരുമോ എന്ന് വെച്ചപ്പോൾ ഞാൻ തരാമെന്ന് ഇവൻ രക്ഷപ്പെടാനുള്ള ഇതല്ലേ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ കുളത്തിലെ മീനിൻ്റെ കാര്യമൊക്കെ എന്നോട് പറഞ്ഞു. എൻ്റെ വിചാരം എന്താ, കുളത്തിലെ മീൻ പിടിച്ച ആൾക്കാരിങ്ങനെ വിൽക്കുമായിരിക്കും, അത് മേടിക്കാൻ ആളുണ്ടാവുന്ന. പക്ഷെ ഇത് കള്ളത്തരം കാണിക്കുക എന്നുള്ളത് എനിക്ക് അറിയത്തില്ലായിരുന്നു ചേച്ചി. ഇത് നല്ല മീനിൻ്റെ കൂടെ ഈ പൊട്ടമീൻ ഇട്ട് കൊടുക്കുന്നതാ, മിക്സ് ചെയ്താ കൊടുക്കുന്നു. ചേട്ടന് അന്നേ പറഞ്ഞു ചേട്ടാ, ഈ കുളത്തിലെ മീനും ഇങ്ങനെ ഇടയ്ക്ക് മിക്സ് ആക്കിയൊക്കെ അല്ലേ കൊടുക്കുന്നത്. ഇനി അതിനൊക്കെ വല്ല പ്രശ്നം ഉണ്ടാവുമോ? എനിക്ക് ഈ കാര്യത്തിൽ യാതൊരു പങ്കുമില്ല, ഇതെനിക്കൊരു അഭിപ്രായമില്ല. മനസ്സിലായല്ലോ? ദയവേത് ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിൽ നിങ്ങൾ 2 പേരും എന്നോട് ചോദിക്കാനോ പറയാനോ വരരുത്. ഇത്ര പറയണം. അല്ലടാ, നീ ഒരു പോലീസുകാരന് ഞാനൊരു മെമ്പറും അല്ലേ, നമ്മുടെ വീട്ടിൽ ഇങ്ങനെയൊക്കെ നടക്കണമെന്ന് അറിയുമ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്. വരുംവരായകൾ നേരത്തെ പറഞ്ഞു. പക്ഷെ ഇവിടെ ആരെങ്കിലും കേൾക്കൂ? അപ്പോഴല്ലേ മനസ്സിലായത് ഞാൻ കണ്ട മീനിന്റെ ചിറകൊക്കെ ഇങ്ങനെയുണ്ട്. അത് വേറെ, അത് 1-2 ഉള്ളൂ, ബാക്കിയെല്ലാം ഈ പൊട്ടമീനായിട്ടേക്കണേ. എന്തെങ്കിലും കാണിക്കട്ടെ, എനിക്കറിയില്ല. ക്ലീറ്റോനോട് പറഞ്ഞാൽ മതി. ക്ലീറ്റോ ആണ് കെട്ടി വെച്ച് കൊടുത്തേക്കുന്നത്. ക്ലീറ്റോ ചേട്ടനാണ് ചാടി വീണത്.